ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ ഒരവസരം കൂടി ലഭിച്ചു. കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ ജീവിതത്തിൽ പാപം മാറുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ അത്ഭുതം. ഏറ്റവും വലിയ അത്ഭുതം. രോഗങ്ങൾ മാറ്റുവാൻ വൈദ്യശാസ്ത്രത്തിന് ഒരുപക്ഷെ പറ്റുമായിരിക്കും. എന്നാൽ നമ്മളിൽ മുറുകെ പറ്റിക്കിടക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും മാറിപ്പോകാത്ത പാപ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്ന് മാറ്റിത്തരുന്ന, കഴുകിത്തരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത സ്നേഹം, കർത്താവായ യേശുക്രിസ്തു നമുക്ക് ദാനമായി തന്ന നിത്യജീവൻ, അതാണ് നമുക്ക് ലഭിച്ച കൃപ. അതാണ് നിത്യജീവൻ്റെ ഉറപ്പ് ലഭിക്കുക. പ്രിയമുള്ളവരെ, ഞാനും ആ ഒരു ഉറപ്പ് എനിക്ക് ലഭിച്ചതിൻ്റെ നന്ദിയോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. പാപിയായി ഓടിയൊരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ കർത്താവ് എന്നോടും കൃപ തോന്നി, കർത്താവിന് എന്നോടും മനസ്സലിവ് തോന്നി. കർത്താവ് എന്നെയും ചേർത്ത് നിർത്തി ഈ കൂട്ടായ്മയോട്, അല്ല ഈ ദൈവമക്കളോട്, അല്ല എൻ്റെ യേശുക്രിസ്തുവിനോട് ചേർത്ത് നിർത്തി. എപ്പോഴും എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ കർത്താവായ യേശുക്രിസ്തു. അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വാക്യം വായിക്കാം. 136 സങ്കീർത്തനം അതിൻ്റെ 16 വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. തൻ്റെ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയവന് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. തൻ്റെ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയവന് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. തൻ്റെ ജനത്തെ മരുഭൂമിയിലൂടെ നടത്തിയവന് സ്തോത്രം ചെയ്യുവിൻ. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ ഞാനും ചിന്തിച്ചു, ഈ മരുപ്രയാണത്തിൽ, ഈ മരുഭൂമിയുടെ അവസ്ഥയിലൂടെ നാം ഓരോരുത്തരും ഒരു മരുപ്രയാണത്തിലാണല്ലോ. അവിടെ നമ്മെ നടത്തുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. നമ്മെ നടത്തുന്നത് അവൻ്റെ വലിയ കൃപയാണ്. അവന് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന്. പ്രിയമുള്ളവരെ, നമ്മെ നടത്തുന്ന ദൈവം, നമ്മെ കരുതുന്ന ദൈവം, നമ്മെ വലങ്കരം പിടിച്ച് നടത്തുന്ന ദൈവം. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ചിന്തിച്ച് നോക്കിക്കേ, നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് കർത്താവ് തന്നത്. നമുക്ക് എന്തെല്ലാം അത്ഭുതങ്ങളാണ് കർത്താവ് നമ്മുടെ ഇടയിൽ ചെയ്തത്. ഈ മരുപ്രയാണത്തിൽ, ഈ കൂട്ടായ്മയിൽ നാം ആയിരിക്കുമ്പോൾ നാം അനേകം അത്ഭുതങ്ങൾ കണ്ടവരാണ്, അനേകം അതിശയങ്ങൾ നാം അനുഭവിച്ചവരാണ്. എന്നാൽ എന്താണ് നമ്മുടെ അവസ്ഥ? എന്താണ്? നാം ഈ അത്ഭുതങ്ങൾ മാത്രം കണ്ട് ജീവിക്കുന്നവരാണോ? കർത്താവ് എന്തിനാണ് നമുക്ക് അത്ഭുതങ്ങൾ തന്നത്? ഈ മരുപ്രയാണത്തിൽ നമുക്ക് എന്തിനാണ് കർത്താവ് അനേകം അതിശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്നത്? എന്തിനാണ്? ഈ മരുപ്രയാണം കഴിഞ്ഞ് ഒരു നിത്യ കനാനുണ്ട്, ഒരു നിത്യദേശമുണ്ട്, നിത്യസ്വർഗമുണ്ട്. അവിടേക്കുള്ള നമ്മുടെ ഒരുക്കത്തിനായിട്ടാണ് കർത്താവ് നമ്മുടെ ഇടയിൽ ഓരോ അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും നമ്മെ അവിടെ എത്തിക്കണമെന്നുള്ള ആ ഒരു ഉറപ്പിനായിട്ടാണ് കർത്താവ് നമുക്ക് അത്ഭുതങ്ങൾ തരുന്നത്, നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ തരുന്നത്. എന്നാൽ ഇന്ന് നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തോട് ചോദിക്കുക, ഇന്ന് നാം മരിച്ച് കടന്നുപോയാൽ ആ നിത്യതയിൽ യേശുക്രിസ്തു എന്നിൽ സ്വപ്നം കണ്ട, യേശുക്രിസ്തു എനിക്ക് വാഗ്ദത്തം തന്ന ആ നിത്യ കനാലിൽ ഞാൻ എത്തിച്ചേരുമോ? അതെയോ നാം ഇന്ന് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പുറകെയാണോ? നമുക്ക് അനേകം അത്ഭുതങ്ങൾ കർത്താവ് തന്നു, അർഹതയില്ലാത്ത നന്മകൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നു. ഞാനും അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം 78 സങ്കീർത്തനം വായിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് ഞാൻ ആ സങ്കീർത്തനം വായിച്ചത്. അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് അനേകമായി കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്നു. 78 സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ ദീർഘക്ഷമ നാം കാണുകയാണ്. മരുഭൂമിയിൽ നമ്മെ നടത്തുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അതിൻ്റെ 17 വാക്യം ഇങ്ങനെയാണ്. 78 സങ്കീർത്തനം 17 വാക്യം. എങ്കിലും അവർ അവനോട് പാപം ചെയ്തു, അത്യുന്നതനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു കൊണ്ടിരുന്നു. എങ്കിലും അവർ അവനോട് പാപം ചെയ്തു, അത്യുന്നതനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു കൊണ്ടിരുന്നു. കർത്താവ് അനേകം അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിലും ചെയ്തതാണ്. അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും എൻ്റെ ജീവിതത്തിലും ചെയ്തതാണ്. ഞാൻ ഓരോന്നുമായി എണ്ണി നോക്കുകയാണെങ്കിൽ ഞാൻ പാപത്തിൽ വലഞ്ഞു പോയൊരു വ്യക്തിയാണ്. ഞാൻ പഠിക്കാനൊരു മണ്ടനായിരുന്നു.
അശുദ്ധിയുടെ മേൽ എനിക്ക് ജയമുണ്ടായിരുന്നില്ല. ഞാൻ ജനിച്ചു വളർന്നത് തീരെ ദരിദ്രമായ ഒരു കുടുംബത്തിലാണ്, ചാണകം മെഴുകിയ ഒരു വീട്ടിലാണ്. കർത്താവിൻ്റെ ജീവിതത്തിൽ അനേകം അത്ഭുതങ്ങൾ ചെയ്തു. എനിക്ക് ഉയർന്ന മാർക്കോടുകൂടി എക്സാമുകളെല്ലാം പാസ്സാവാൻ കൃപ തന്നു. എനിക്ക് നല്ല ഉദ്യോഗം തന്നു, നല്ല ജോലി തന്നു. ഇന്ന് ഞാൻ ഈ സ്ഥാപനത്തിൽ ഒരു ഉയർന്ന പൊസിഷനിലായിരിക്കുന്നു. കർത്താവ് എനിക്ക് എല്ലാം തന്നു. നല്ല ഭവനം തന്നു, നല്ല ഭാര്യയെ തന്നു, നല്ല മക്കളെ തന്നു, മാതാപിതാക്കളെ തന്നു. എല്ലാം കർത്താവ് എനിക്ക് ദാനമായി തന്നു. എന്തിനു പറയുന്നു? അതിലെല്ലാം ഉപരിയായി യഥാർത്ഥമായി കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചു. കർത്താവ് ഒരു നല്ല കൂട്ടായ്മ തന്നു, ദൈവമക്കളെ തന്നു, മാറ്റമില്ലാത്ത വചനം, മായമില്ലാത്ത വചനം ഓരോന്നും കേൾക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. എന്നാൽ ഞാൻ ഈ വചനങ്ങളെല്ലാം വായിച്ചപ്പോൾ, എങ്കിലും അവർ അവനോട് പാപം ചെയ്തു, അത്യുന്നതനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു. ഇന്ന് നാം ചിന്തിക്കണം, ഞാൻ ചിന്തിച്ചതാണ്, ഇന്നെന്നിൽ മത്സര സ്വഭാവങ്ങളുണ്ടോ? ഇന്നെന്നിൽ മത്സര സ്വഭാവങ്ങൾ ഇരിക്കുന്നുണ്ടോ? ഞാൻ പറയും, ഓ ഇല്ലല്ലോ, പ്രകടമായി പാപങ്ങൾക്കൊന്നും ഞാൻ പോകുന്നില്ല. നാം ഓരോരുത്തരും ചിന്തിക്കണം, മത്സര സ്വഭാവം എന്താണ്? മത്സര സ്വഭാവം പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കും, പലപ്പോഴും സമർപ്പണങ്ങൾ എടുക്കും, എന്നാൽ അതിലൊന്നും നിലനിൽക്കാതെ വീണു പോകുന്നു. അതാണൊരു മത്സര സ്വഭാവം. പലപ്പോഴും പാപം ചെയ്യുന്നു. വീണ്ടും അതിൻ്റെ താഴത്തേക്ക് വായിക്കുമ്പോൾ അതിൻ്റെ 18-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു. നമുക്കറിയാം, ഭർത്താവ് ദാനമായി മന്ന അവർക്ക് പൊഴിച്ചു കൊടുത്തതാണ്. എന്നാൽ അവർക്ക് കൊതിയാണ്, അത്യാഗ്രഹമാണ്. കിട്ടിയതൊന്നും പോരാ, വീണ്ടും വീണ്ടും ഭക്ഷണം കൊതിയോടുകൂടി ചോദിച്ചു. അവരുടെ വിശപ്പടക്കുവാനല്ല, കൊതിയോടുകൂടി ഭക്ഷണം ചോദിച്ചു. എനിക്ക് ഇനിയും ഭക്ഷണം വേണം, ഇനിയും എനിക്ക് ഈ ലോകത്തിൽ പൊളച്ച് ജീവിക്കണം, ഇനിയും എനിക്ക് സമ്പത്തുണ്ടാക്കണം, ഇനിയും എനിക്ക് അനേകം കാര്യങ്ങൾ വെട്ടിപ്പിടിക്കേണ്ടതുണ്ട്. നാം ദൈവത്തെ പരീക്ഷിക്കുകയാണ്. അവിടെ എന്താണ് പറഞ്ഞത്? തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു എന്ന്. ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിക്കുന്നു നാം ഓരോരുത്തരും. പ്രിയമുള്ളവരെ, നാം പുറമേ പ്രത്യേകിച്ച് പാപങ്ങളൊന്നും ചെയ്യുന്നില്ല, എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിക്കുന്നുണ്ടോ? ഹൃദയത്തിൽ നമുക്ക് ഇന്നും അനേകം അത്യാഗ്രഹങ്ങൾ. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, എൻ്റെ ഹൃദയത്തിൽ അനേകം അത്യാഗ്രഹങ്ങളുണ്ട് എന്ന്, ഇനിയും മാറിക്കിട്ടേണ്ട അനേകം പാപ സ്വഭാവങ്ങളുണ്ട് എന്ന്. ഹൃദയത്തിൽ ഞാൻ പലപ്പോഴും ദൈവത്തെ പരീക്ഷിക്കുന്നവനാണ്. അനേകം പ്രാവശ്യം ഞാൻ എൻ്റെ ദൈവത്തെ പരീക്ഷിക്കുന്നു. എനിക്കതും വേണം, എനിക്കിതും വേണം, എനിക്ക് ലോകത്തിൽ അനേക കാര്യങ്ങൾ വേണം. അങ്ങനെ നാം ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിക്കുന്നുണ്ടോ എന്ന്. അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു എന്ന്, ഈ മരുഭൂമിയിൽ മേശയൊരുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് അവനെ പരീക്ഷിച്ചു എന്ന്. എന്നാൽ വീണ്ടും താഴത്തേക്ക് വായിച്ചു വരുമ്പോഴാണ് 29-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 29-ാം വാക്യം. അങ്ങനെ അവർ തിന്ന് തൃപ്തരായി തീർന്നു, അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു. എന്നിട്ടും കർത്താവ് നമ്മളുടെ പരീക്ഷണമുള്ള മനസ്സ് കണ്ടിട്ടും, വിശ്വാസമില്ലാത്ത മത്സരമുള്ള ഹൃദയം കണ്ടിട്ടും അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു. എന്നാലും കർത്താവ് നമ്മോട് കരുണ കാണിച്ചു. എന്നാലും കർത്താവ് നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കി. നാം പാപികളാണ്, നാം പാപത്തിൽ മുങ്ങി ജീവിക്കുന്നവരാണ്. എന്നാലും നമ്മളുടെ ആഗ്രഹങ്ങളെ കാണുന്ന ദൈവം നാം ആഗ്രഹിച്ചതെല്ലാം തരുന്നു. അല്ലേ പ്രിയരെ? നാം ചോദിച്ചത് എന്തെങ്കിലും അവൻ മുടക്കിയിട്ടുണ്ടോ? നാം കരഞ്ഞ് പ്രാർത്ഥിച്ചതിന് എന്തിനെങ്കിലും അവൻ ഉത്തരം തരാതിരുന്നിട്ടുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഞാനും ചിന്തിക്കുകയാണ്, ഞാൻ ചോദിച്ചതൊന്നും കർത്താവ് എനിക്ക് മുടക്കിയിട്ടില്ല. അല്ല, ഞാൻ ചോദിച്ചതിലും നനച്ചതിലും പരമായി കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. പ്രിയമുള്ളവർ, എന്നാലും എൻ്റെ ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ നാം ദൈവത്തെ പരീക്ഷിക്കുന്നവരാണോ? കർത്താവ് നമ്മളോട് വീണ്ടും കരുണ കാണിക്കുകയാണ്. നമുക്ക് വീണ്ടും അനുഗ്രഹങ്ങൾ വാരിക്കോരി തരികയാണ്. എന്താണ് അനുഗ്രഹങ്ങൾ? എന്താണ്? നാം ഓരോ പ്രാവശ്യം ഇവിടെ കൂടിയിരിക്കുമ്പോഴും കർത്താവിൻ്റെ അനുഗ്രഹിക്കുന്ന കരം വന്ന് നമ്മുടെ തലയിൽ വെക്കുകയാണ്. നമ്മുടെ യോഗ്യത നോക്കിയിട്ടല്ല, നമ്മുടെ പരീക്ഷണമുള്ള ഹൃദയം കണ്ടിട്ടല്ല, കർത്താവ് വീണ്ടും നമ്മെ അനുഗ്രഹിക്കുകയാണ്. നമ്മുടെ ഉള്ളിലേക്ക് നോക്കാതെ, നമ്മുടെ പാപ സ്വഭാവങ്ങൾ നോക്കാതെ, നമ്മുടെ കുറവുകൾ നോക്കാതെ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം. ഇതെല്ലാമായിട്ടും പിന്നെയും വീണ്ടും 32-ാം വാക്യം ഇങ്ങനെയാണ്. അതിൻ്റെ 32-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇതെല്ലാമായിട്ടും അവർ പിന്നെയും പാപം ചെയ്തു, അവന്റെ അത്ഭുത പ്രവർത്തികളെ വിശ്വസിച്ചതുമില്ല. ഇതെല്ലാം ഉണ്ടായിട്ടും വീണ്ടും അനുഗ്രഹങ്ങൾ ലഭിച്ചു. ഇതെല്ലാമായിട്ടും അവർ വീണ്ടും പാപം ചെയ്തു. അവർക്ക് വിശ്വാസമില്ലാത്ത ദുഷ്ടഹൃദയം, വിശ്വാസമില്ല. ദൈവമാണ് എന്നെ വിളിച്ചത് എന്ന്, ദൈവമാണ് എന്നെ നടത്തുന്നതെന്ന്, എൻ്റെ യേശുക്രിസ്തുവാണ് എന്നെ വഴി നടത്തുന്നത് എന്നുള്ള വിശ്വാസമില്ല. ദുഷ്ടഹൃദയമുള്ള മനുഷ്യർ, അവർ അത്ഭുത പ്രവർത്തികളെ വിശ്വസിച്ചില്ല. എൻ്റെ ജീവിതത്തിൽ നിന്ന് പാപസ്വഭാവങ്ങൾ മാറ്റുവാൻ പ്രാപ്തനായ കർത്താവായ യേശുക്രിസ്തുവാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് വിശ്വാസമില്ല. അവർ വീണ്ടും പാപം ചെയ്തു. വീണ്ടും താഴത്തേക്ക് വായിക്കുകയാണ്. അതിന് 38-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം.
അവൻ കരുണയുള്ളവനാകൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിച്ചു. ഓ, എങ്കിലും അവൻ കരുണയുള്ളവനാകൊണ്ട് വീണ്ടും നാം മറുതലിക്കുകയാണ്. വീണ്ടും പലപ്പോഴും വചനം കേട്ടിട്ടും നാം പാപം വെച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും അവൻ കരുണയുള്ളവനാകൊണ്ട് അവരുടെ അകൃത്യം ക്ഷമിച്ചു കൊടുത്തുവെന്ന്, അവരുടെ അകൃത്യം മോചിച്ചു കൊടുത്തുവെന്ന്. പ്രിയമുള്ളവരെ, കരുണാസമ്പന്നനായ ദൈവം, കരുണാസമ്പന്നനായ ദൈവം എൻ്റെ അകൃത്യം നോക്കാതെ എന്നെ വീണ്ടും സ്നേഹിച്ചു. എൻ്റെ അകൃത്യങ്ങളെല്ലാം ക്ഷമിച്ചു തന്നു, എൻ്റെ പാപങ്ങളെല്ലാം മോചിച്ചു തന്നു. വീണ്ടും താഴത്തേക്ക് നാം വായിക്കുമ്പോൾ വീണ്ടും വീണ്ടും കാണുന്നുണ്ട് അവർ പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു എന്ന്. എന്നാൽ ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കണം. കർത്താവേ, എനിക്കിനി നിന്നെ പരീക്ഷിക്കുവാൻ താല്പര്യമില്ല. കർത്താവേ, എനിക്കിനി മുന്നോട്ട് ഒരു തീരുമാനമെടുത്തിട്ട് അതിൽ നിന്ന് മാറിപ്പോകുവാൻ എനിക്ക് താല്പര്യമില്ല. കർത്താവേ, പലപ്പോഴും ഞാൻ നിന്നെ പരീക്ഷിച്ചതാണ്, പലപ്പോഴും ഞാൻ നിന്നോട് മത്സരിച്ചതാണ്, എൻ്റെ ഹൃദയത്തിൽ ഞാൻ തീരുമാനങ്ങൾ എടുത്തിട്ടും നിന്നെ വേദനിപ്പിച്ചതാണ്. പുറമെ പാപം ചെയ്തില്ല, എന്നാൽ എൻ്റെ ഹൃദയത്തിൽ പല പല വിചാരങ്ങളാലും പല പല കോപ സ്വഭാവങ്ങളാലും പല പല അശുദ്ധ വികാരങ്ങളാലും നിന്നെ വേദനിപ്പിച്ചതാണ്. കർത്താവ്, എന്നാലും നീ എന്നോട് ക്ഷമിച്ചല്ലോ, എന്നാലും നീ എന്നോട് കരുണ കാണിച്ചല്ലോ. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഒരു മനോഹര വാക്യമുണ്ട്. ഇതാണ്: മരുഭൂമിയിൽ 40 സംവത്സര കാലത്തോളം അവരുടെ സ്വഭാവം സഹിച്ചുവെന്ന്. ദൈവം നമ്മുടെ സ്വഭാവം സഹിക്കുകയാണ്. ദൈവം ഇതെല്ലാം സഹിച്ച് നമ്മോടുകൂടെ നടക്കുകയാണ്. ഈ മരുഭൂ പ്രയാണത്തിൽ നമ്മെ നടത്തുകയാണ്. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന്. നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവിനെന്ന്, നന്ദി പറയുവിനെന്ന്. നമ്മുടെ മേന്മ കൊണ്ടല്ല, നമ്മുടെ എന്തെങ്കിലും കഴിവ് കൊണ്ടല്ല. അവൻ നമ്മുടെ പാപ സ്വഭാവങ്ങൾ കണ്ടിട്ടും നമ്മെ സഹിക്കുകയാണ്, നമ്മെ കരുതുകയാണ്, നമ്മുടെ അകൃത്യങ്ങൾ വീണ്ടും വീണ്ടും ക്ഷമിച്ചു തരികയാണ്. ഇത് അനേകം കാലം ഉണ്ടാവുകയില്ല കേട്ടോ. അനേകം നാളിങ്ങനെ മുന്നോട്ട് പോകാമെന്ന് ചിന്തിക്കേണ്ട. ഒരവസാനം വരുന്നുണ്ട്, ഒരു ന്യായവിധി വരുന്നുണ്ട്. ഇവിടെ നാം ഇപ്പോൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, ഇപ്പോൾ നമ്മുടെ പാപത്തോട് യാത്ര പറഞ്ഞില്ല എങ്കിൽ ഒരു ന്യായവിധി വരുന്നുണ്ട്. ഒരു ഭയങ്കര ദിവസം വരുന്നുണ്ട്, ഒരു ഘോര ദിവസം വരുന്നുണ്ട്. അന്നെല്ലാവരുടെയും മുട്ടുമടങ്ങും. ഇവിടെ എന്തെല്ലാം ദൈവവേല ചെയ്തവരും പാപം ജീവിതത്തിലുണ്ടെങ്കിൽ മുട്ടുമടങ്ങുന്ന ഒരു അവസരമുണ്ട്. മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല, വിശുദ്ധി ജീവിതത്തിലില്ല എങ്കിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല എന്ന്. പ്രിയമുള്ളവരെ, നമുക്ക് മനം തിരിയാം, നമ്മുടെ ജീവിതം സമർപ്പിക്കാം. നമ്മുടെ ഉള്ളിലേക്ക് കുത്തുന്ന ദൈവത്തിൻ്റെ വചനം, ആ വാള് നമ്മെ ഓരോരുത്തരെയും വെട്ടുന്നു. നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം, നമ്മെ തന്നെ മുഴുവനായി സമർപ്പിക്കാം, നമ്മെ തന്നെ മുഴുവനായി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.